ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ ഗൂഗിൾ മാപ്പ് നോക്കി ലൊക്കേഷൻ നോക്കി പോകുന്ന സമയത്ത് നമുക്ക് എവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷനുകളുണ്ട് എന്നറിയാൻ വേണ്ടി ഗൂഗിൾ മാപ്പിൽ തന്നെ സംവിധാനം ചെയ്ത ഒരു ചെറിയൊരു ഓപ്ഷൻസ് ഉണ്ട്. അത് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ഡയറക്ഷൻ എടുത്തിട്ട് ഡ്രൈവ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആ ഓപ്ഷൻസിൻ്റെ ഒരു കോളുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ യുവർ വെഹിക്കിൾ എന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ പെട്രോൾ, ഡീസൽ, ഹൈബ്രിഡ്, ഇലക്ട്രിക് എന്നുണ്ട്. അപ്പോൾ നമ്മളെ വാഹനം ഇലക്ട്രിക് ആണ് എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ടിക്കറ്റ് ഉണ്ട്. അതിന് താഴെ ഏതാണ് നമ്മളെ സോക്കറ്റ്, അഡാപ്റ്റർ ഏതാണെന്നില്ല, അതായത് 3 പിൻ പ്ലഗ് ആണോ അതോ മറ്റ് കാറുകൾക്കൊക്കെ വരുന്ന സി ടൈപ്പ് 2, CS അങ്ങനെ പല പ്ലഗുകളുണ്ട്. ഇത്രയും പ്ലഗുകളാണ് നമുക്കിപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ എൻ്റെ വാഹനം 3 പിൻ പ്ലഗാണ്. സാധാ 3 പിന്നിൽ കൊടുത്തിട്ട് ചാർജർ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതിൽ ടിക്കറ്റിന് ശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചിട്ട് നമ്മൾ ഇത് ഒറ്റവട്ടം ചെയ്താൽ മതി. പിന്നെ എപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഓൺ ആക്കിയാലും അത് ആ ഒരു സെറ്റിങ്സ് തന്നെ ആയിരിക്കും കിടക്കുക. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒരു ലൊക്കേഷൻ നോക്കി പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ ആ ലൊക്കേഷനിൽ ഇങ്ങനെ പോകണം. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നമുക്ക് ചാർജിങ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സെലക്ട് ചെയ്ത പ്ലഗിന് അനുസരിച്ചുള്ള സോക്കറ്റാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഇൻഫർമേഷൻ എഴുതി കാണിക്കും, ഇവിടെ ഒരു സോക്കറ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടെ പിന്നെ പ്രത്യേകിച്ച് ഒരു ആപ്പ് നോക്കി ഡയറക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഈ ഗൂഗിൾ മാപ്പ് വഴി തന്നെ നമുക്ക് പോകുന്ന സമയത്ത് തന്നെ ഇങ്ങനെ നോക്കിയാൽ കിട്ടുന്നതാണ്. ഓക്കെ, ഇതിൽ സെലക്ട് ചെയ്താൽ ഉണ്ടോ, ഇവിടുന്ന് ജസ്റ്റ് റോഡ് സൈഡിൽ തന്നെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. ചാർജ് മോഡിൻ്റെ ആപ്പാണ്. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് ആഡ് സ്റ്റോപ്പ് എന്ന് കൊടുത്താൽ അവിടെ വണ്ടി ലൊക്കേഷൻ എത്തുന്ന സമയത്ത് സ്റ്റോപ്പ് കാണിക്കും. ഓക്കെ.